നമസ്കാരം. പതിരും കതിരും. രഘുവംശത്തിൽ ജനിച്ചവനെന്നും സ്നേഹമുള്ളവനെന്നും അനുരാഗമുള്ളവനെന്നുമൊക്കെയാണ് രാഘവൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിനൊപ്പം വിജയൻ കൂടി ചേർന്നാലോ വിഷ്ണു എന്നുകൂടിയാകും. അങ്ങനെ വിജയനും രാഘവനും ഒന്നിക്കുന്ന ഒരു വൈജയന്തിയാണ് വിജയരാഘവൻ. ആഹാ, എത്ര നല്ല പേരാണത്. പക്ഷേ പരാജയ രാഘവനാകാനാണ് ഈ സഖാവിൻ്റെ വിധി. പിണറായി വിജയൻ്റെ തോളിൽ കയറി വേതാളത്തെപ്പോലെ കിടന്നുകൊണ്ടാണ് വിജയരാഘവൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചത്. തലകീഴായി കിടന്നതുകൊണ്ട് അത് നേരായ വായനയാണെന്ന് സഖാവിന് തോന്നി. എന്നാൽ കർക്കടകത്തിൽ രാമായണം വായിക്കുന്നത് പോലെ കൈകഴുകി നിലവിളക്ക് കൊളുത്തി വെച്ചാണ് ജി സുധാകരൻ മാനിഫെസ്റ്റോ വായിച്ചിട്ടുള്ളത്. 75 വയസ്സ് വരെ കമ്മ്യൂണിസത്തിൽ പ്രവർത്തിക്കാൻ കൊള്ളാവൂ എന്ന് അന്നേ ജി സുധാകരന് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് സലാം പറഞ്ഞത്. എന്നാൽ വിജയരാഘവൻ സദാ മാനിഫെസ്റ്റോ ഉരുവിട്ടുകൊണ്ടാണ് നടക്കുന്നതും കിടക്കുന്നതും. കുടുംബ ഭദ്രതയ്ക്ക് ഈ മാനിഫെസ്റ്റോ ഉരുവിടുന്നത് വളരെ നല്ലതാണെന്ന് വിജയരാഘവൻ അറിയാം. രഘുവംശത്തെ വാഴ്ത്തുന്നതിലും നല്ലത് പിണറായി വംശത്തിൻ്റെ ഗാഥകൾ ഉരുവിടുന്നതാണെന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ട ചരിത്രമുണ്ട്. മാനിഫെസ്റ്റോ തലയണമന്ത്രമായി ഉപയോഗിച്ചിട്ടുള്ള ദമ്പതികളാണ് കമ്മ്യൂണിസത്തിലൂടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗോവിന്ദ കുടുംബം, വിജയരാഘവ കുടുംബം, മേറൂട്ടി കുടുംബം. ഇങ്ങനെ എത്രയോ മികച്ച ഉദാഹരണങ്ങൾ നമുക്ക് കൺമുമ്പിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പുതുക്കിയ പഞ്ചാംഗപ്രകാരം നിനക്ക് ശേഷം നിൻ്റെ ഭാര്യ, മരുമകൻ എന്നിത്യാദി അമെൻമെൻറ്റുകൾ വരുത്തിയിട്ടുണ്ട്. ഒന്നാലോചിച്ചാൽ പുറത്തൊന്നും പരതാതെ അകത്തുള്ളവരെ തന്നെ പ്രസ്ഥാനത്തിൻ്റെയും ഭരണത്തിൻ്റെയും പിന്തുടർച്ചക്കാരാക്കുന്ന ഒരുതരം കുടുംബശ്രീ കൂടിയാകുന്നു പുതിയ കാലത്തെ കമ്മ്യൂണിസം. മന്ത്രിയായിരുന്ന ഭാര്യയ്ക്ക് വീണ്ടും സീറ്റ് ഉറപ്പിച്ചിട്ടാണ് വിജയരാഘവൻ ജി സുധാകരനെ മാനിഫെസ്റ്റോ പഠിപ്പിക്കാൻ ചെല്ലുന്നത്. മുട്ടുകാല് കോച്ച് സിദ്ധാന്തവും ഉരുവിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ സുധാകരനെ ചെറ്റയെന്ന് വിളിക്കുന്നത്. ഭാര്യയ്ക്ക് സീറ്റ് ദാനം ചെയ്ത ഗോവിന്ദനും പറയുന്നു വർഗവഞ്ചകനെന്ന്. സംസ്കാരത്തിൻ്റെ തോൾസഞ്ചി തൂക്കി നടക്കുന്ന ബേബി സാർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഉൾക്കൊള്ളാത്തവരാണ് പാർട്ടി വിട്ടുപോകുന്നത് എന്നാകുന്നു. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ സഖാവിനും സംസ്കാരം ഒട്ടുമില്ല. കാരണം പാർട്ടിയോട് കണക്ക് ചോദിച്ചു. തളിപ്പറമ്പിലെ ടി കെ ഗോവിന്ദനും കമ്മ്യൂണിസ്റ്റ് സംസ്കാരം അറിഞ്ഞുകൂടാ. ഭർത്താവിന് ശേഷം ഭാര്യ എന്ന രീതി ശരിയാണോ ഗോവിന്ദൻ മാഷേ എന്ന് ചോദിച്ചു. എന്നാൽ ഇങ്ങോട്ട് വരുന്നവരോ കമ്മ്യൂണിസത്തിൻ്റെ മൂല്യങ്ങൾ ഭയങ്കരമായി കൊതിക്കുന്നവരാണ്. ബേബി വല്ലപ്പോഴുമൊക്കെ വായ തുറക്കുമ്പോൾ പുറത്തു ചാടുന്ന സാധനമാണ് ഈ മൂല്യം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ മൂല്യത്തിനൊക്കെ ഇപ്പോൾ മൂലക്കുരുവിൻ്റെ വിങ്ങലാണല്ലോ. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ സമരങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതമെന്നും അദ്ദേഹം പറയുന്നു. ശരിയാ ബേബി സാറേ, വിജയരാഘവനും പിണറായിയുമൊക്കെ പ്രത്യയശാസ്ത്രപരമായ പോരാട്ടങ്ങൾ നടത്തി വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. ആ പോരാട്ടത്തിൽ വലിയ ക്ഷീണമുണ്ടെങ്കിലും ഗോവിന്ദൻ അതൊന്നും ഭാവിക്കാറേയില്ല. വെറുതെ സുധാകരൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാമെന്നല്ലാതെ ഉപദേശത്തിനൊന്നും പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത്. ദേശീയ സെക്രട്ടറി ആയ ശേഷം ബേബി സാർ സുധാകരനെ വീട്ടിൽ പോയി കണ്ട് ഭക്ഷണം കഴിക്കുകയും പാത്രം കഴുകുകയും ചെയ്തതാണല്ലോ. പ്രത്യയശാസ്ത്ര പ്രതിസന്ധി വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാം സഖാവേ എന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? സുധാകരൻ്റെ കാലൊടിഞ്ഞ് കിടന്നപ്പോൾ പിണറായി വിജയൻ നേരിട്ട് പോയി കണ്ടതുമാണല്ലോ. അന്ന് കിലുക്കത്തിൽ ജഗതി ചോദിച്ചതുപോലെ ചത്തോന്നറിയാൻ വന്നതാ അല്ലേ എന്ന് ജി സുധാകരൻ ചോദിച്ചിട്ടുണ്ടാകുമോ? ഞാൻ ജി സുധാകരനെ പലതവണ വിളിച്ചു, കിട്ടിയില്ല എന്നാണ് പിണറായി പറയുന്നത്. അദ്ദേഹം സത്യമേ പറയൂ, അതുകൊണ്ട് വിശ്വസിക്കാം. എങ്കിൽ പിന്നെ പെരുമ്പളം പാലത്തിൻ്റെ നാടം മുറിക്കാൻ ചെന്നപ്പോൾ നേരിട്ട് പോയി കാണാമായിരുന്നല്ലോ. അന്നേ സുധാകരൻ ആടി നിൽക്കുകയാണ്. വിജയരാഘവൻ ആലപ്പുഴയിൽ എവിടെ പ്രസംഗിച്ചാലും 5000 വോട്ട് തനിക്ക് കൂടുതൽ കിട്ടുമെന്നാണ് സുധാകരൻ പറയുന്നത്. വിജയരാഘവൻ്റെയും ഗോവിന്ദൻ്റെയും ചിരിയാണിപ്പോൾ പാർട്ടിയെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നത്. ഭാര്യമാരെ ഉന്നതമായ പദവിയിലെത്തിച്ചതിൻ്റെ ഒരു ആനന്ദാനുഭൂതിയാണത്. എന്തായാലും മേടത്തിലെ വിഷുവിന് നാട്ടുകാർ ശരിക്കും ഒരു കണി കാണിക്കും ഈ സഖാക്കളെയെല്ലാം. നമ്മുടെ മീശമാധവനിലെ പിള്ളേച്ചനെ കണി കാണിച്ചതുപോലെ അതിൽ പലതിനും നീല നിറമായിരിക്കും.